നമസ്കാരം. ഫ്രാൻസിന് ഉജ്ജ്വല വിജയം ലോകകപ്പിൽ. അവർ എതിരില്ലാത്ത 3 ഗോളിന് ഇറാഖിനെ തോൽപ്പിച്ചു. അവരുടെ സൂപ്പർ താരം കിലിയൻ എംബാപ്പെ 2 ഗോൾ അടിച്ചു. 14-ാമത്തെ മിനിറ്റിലും 54-ാമത്തെ മിനിറ്റിലും. മൂന്നാമത്തെ ഗോൾ ഒസ്മാൻ ഡെംബലെയാണ് 66-ാമത്തെ മിനിറ്റിൽ നേടിയത്. എല്ലാ അർത്ഥത്തിലും ഇറാഖിനെ തകർത്ത് കളയുന്ന വിജയം തന്നെയാണ് ഫ്രാൻസിൻ്റേത്. കിലിയൻ എംബാപ്പെ മുതൽ ഇങ്ങോട്ട് സൂപ്പർ താരങ്ങളുടെ ഒരു നിരയുള്ള ഫ്രാൻസ് എല്ലാ അർത്ഥത്തിലും ഇറാഖിനെ തകർത്ത് കളഞ്ഞു. കളി ഹാഫ് ടൈമിലായപ്പോൾ മോശം കാലാവസ്ഥ കാരണം, ഇടിമിന്നലൊക്കെ ഉണ്ടായത് കാരണം കുറച്ച് വൈകിയിരുന്നു ഹാഫ് ടൈമിന് ശേഷം കളി തുടങ്ങാൻ. ആ വൈകൽ ഫ്രാൻസിനെ ബാധിച്ചില്ല എന്ന് വേണം പറയാൻ. കാരണം അവർ ആ ആക്രമണം തുടർന്നു. 66-ാമത്തെ മിനിറ്റിൽ വീണ്ടും ഡെംബലെ ഗോളടിച്ചു. 54-ാമത്തെ മിനിറ്റിൽ എംബാപ്പെ അടിച്ചു. ആദ്യ പകുതിയിൽ എംബാപ്പെ നേടിയ ഒരു ഗോൾ ഒഴികെ ബാക്കിയൊന്നും ഇറാഖിൻ്റെ പ്രതിരോധത്തെ തകർക്കാൻ ഫ്രാൻസിന് കഴിഞ്ഞില്ല. ആദ്യ പകുതിയിൽ തീർച്ചയായിട്ടും ഇറാഖ് നല്ലപോലെ ചെറുത്തു നിന്നു. എംബാപ്പയുടെ ആ ഒരു ഗോൾ ഒഴികെ, 14-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ ഒഴികെ മറ്റു രീതിയിലൊന്നും ഫ്രാൻസിന് ഇറാഖിനെ വിറപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇറാഖ് നന്നായി കളിച്ചു. പ്രതിരോധം നന്നായിട്ട് മെനക്കെട്ട് പണിയെടുത്തു. രണ്ടാമത്തെ ഹാഫിൽ 2 ഗോൾ കൂടി ഫ്രാൻസ് അടിച്ചു. കാരണം സ്വാഭാവികമാണ്, അവർ ഒരു സ്റ്റാർ സ്റ്റഡഡ് ടീമാണ് ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൻ്റെ ആക്രമണം അങ്ങനെ എളുപ്പത്തിൽ തടുത്തു നിർത്തുക എളുപ്പമല്ല. എന്നിട്ടും 3 ഗോളിൽ ഒതുക്കി ഫ്രാൻസിനെ എന്നത് ഇറാഖിൻ്റെ നേട്ടം തന്നെയാണ്. ഇറാഖ് നന്നായിട്ടാണ് കളിച്ചത്, അധ്വാനിച്ചിട്ട് കളിച്ചിട്ടുണ്ട്. എന്തായാലും ഫ്രാൻസ് തുടർച്ചയായി 2ാമത്തെ വിജയവും നേടി അവർ നോക്കൗട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നതാണ് വസ്തുത.